ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട്, ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരിക. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സ്ക്രീനിൽ, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസ്, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസംബർ മാസം, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, എന്താണ് നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എന്താണ്? 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് പാസ്റ്റിൻ്റെ എനർജി. കറൻറ്റ് എനർജി നിങ്ങളുടെ ടവർ. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ചാലഞ്ച് 6 ഓഫ് സോഡ്സ്. നിങ്ങളുടെ അഡ്വൈസ് 7 ഓഫ് സോഡ്സ്. എന്താണ് സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടി? 5 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് ഔട്ട്കം? അപ്പോൾ ടോറസ്, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇത് വേറെ ഒരു പേഴ്സൻ്റെ എനർജി ആവാം, പക്ഷേ ഇത് നിങ്ങളുടെ എനർജിയാണ് വെച്ചാൽ ഇത് കുറേ ഒരു ലവിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഫോക്കസ് ഈ മാസം ഇമോഷൻസിലാണ് കൂടുതൽ. കുറേ നിങ്ങൾ ഇമോഷണലായി ഫീൽ ചെയ്യും. കുറേ റൊമാൻറ്റിക് ഫീലിങ്സ് ഇവിടെ കാണാണ്ട്, കുറേ ലവിൻ്റെ ഫീലിങ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്വീൻ ഓഫ് കപ്സ് ക്യാൻസർ എനർജിയാണ്. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഇത് ഒരു കരിയർ ഫോക്കസിൻ്റെ എനർജിയാണ്. അപ്പോൾ കരിയറിൽ നിങ്ങൾ കുറേ ബിസി ആയിരിക്കും ഈ മാസം, പക്ഷേ റൊമാൻറ്റിക് കാര്യത്തിൽ, ഇല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ. കുറേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ക്ലാരിറ്റി ഇല്ല, കുറേ ഓപ്ഷൻസ് ഉള്ള മാതിരി. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് എന്തിനാണ് ഈ കാർഡ്സ് വന്നിരിക്കണതെന്ന്. അപ്പം പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാൻ കാണുമ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാനൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. ഫിനാൻഷ്യലി ഒരു നല്ല സമയമായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ. ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ ജോലി ആവാം, അതല്ല വെച്ചാൽ ചിലവർക്ക് ഇതൊരു പുതിയ ഓഫർ, പ്രോജക്റ്റ്, എന്തെങ്കിലും ഒരു പുതിയതായി തുടങ്ങി, എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ചിലവർക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷേ കുറേ സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് ഇത്. അപ്പോൾ ഇവിടെ കുറേ സക്സസ് ഉണ്ട് പാസ്റ്റിൽ, കുറേ റെക്കഗ്നിഷൻ ഉണ്ട്, കുറേ റിവാർഡ്സ് ഒക്കെയാണ് ഞാൻ കാണുന്നത്. കറൻറ്റ് എനർജി ആകുമ്പോഴേക്കും എന്തോ ഒരു വലിയ മാറ്റം, ഒരു സഡൻ റെവലേഷൻ, ഒരു സഡൻ ഷോക്കിംഗ് ന്യൂസ് വരണ പോലെ. എന്താണ് ഈ ഷോക്കിംഗ് ന്യൂസ്? നിങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ, ഇല്ലെങ്കിൽ ഫാമിലിയുടെ സ്വത്തിൻ്റെ കാര്യത്തിൽ, ഫാമിലി ലെഗസി, ഇല്ലെങ്കിൽ ഫാമിലി ഇൻഹെറിറ്റൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടീനെ കുറിച്ചായിരിക്കും ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് വരുന്നുണ്ടാവുക. അതല്ല ഒരു ഫാമിലി മെമ്പറിനെ പറ്റി എന്തെങ്കിലും ഒരു ന്യൂസ് ആയിരിക്കും. ഇത് ഹെൽത്തിൻ്റെ കാര്യത്തിലും ന്യൂസ് ആവാം. അപ്പോൾ അതും ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരോ ഒരു പേഴ്സൻ്റെ ഹെൽത്തിൻ്റെ കാര്യം, എന്തോ ഒരു ന്യൂസ് അങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തിൻ്റെ ഇഷ്യൂ അല്ല വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു സെപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഫാമിലിയുടെ കൂടെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായി, വഴക്കുണ്ടായി, അതുകൊണ്ടൊരു സെപ്പറേറ്റഡ് എനർജി അതുമാവാം. അപ്പോൾ ഫ്യൂച്ചറിൽ നൈറ്റ് ഓഫ് സോഡ്സ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത് ഞാൻ കാണുന്നത് ഒരു
അൺപ്രഡിക്റ്റബിൾ ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ വെച്ചാൽ ഇതൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. ഈ പേഴ്സൺ തിരിച്ചു വരുന്ന എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരു അറിയണ പേഴ്സണാണ്. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ മുമ്പേയും ഡീൽ ചെയ്തിട്ടുണ്ട്. ഇവരെ ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ തിരിച്ചു വരണ എനർജി കാണാണ്ട്. ഇൻഫാക്ട് 2 ആൾക്കാരെ കാണാണ്ട്, നൈറ്റ് ഓഫ് സോഡ്സ്, ഒരു അക്വേറിയസ് ലീബ്ര ജെമിനി ആൻഡ് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, അങ്ങനെ 2 ആൾക്കാരെ കാണാണ്ട്. ഞാൻ ഇവിടെ കുറേ നെഗറ്റീവ് എനർജീസാണ് കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാൻ വേണ്ടിയിട്ട് അവരെ ബ്ലോക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ഇവർ തിരിച്ചു വരാൻ നോക്കണു. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 6 ഓഫ് സോഡ്സ് ആണ്. ഈ മാസം നിങ്ങൾക്ക് ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. പക്ഷേ എന്തോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവണ മാതിരി. ഓക്കെ, ചാരിയറ്റ് എനർജി ചോയ്സിൻ്റെ എനർജിയാണ്. എന്തോ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. ആദ്യം ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ചാലഞ്ച് നിങ്ങളുടെ. ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ മുമ്പേയും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ ആദ്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണു. അപ്പോൾ 7 ഓഫ് സോഡ്സ് ഇവിടെ അഡ്വൈസ് ആയിട്ട് വരണു. അപ്പോൾ 7 ഓഫ് സോഡ്സ് സെൽഫ് സാബോട്ടാജിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. അത് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ സാബോട്ടാജ് ചെയ്യണു എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണു, ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യണു. അപ്പോൾ അതുണ്ടാവുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അത് തന്നെയാണ് തിരിച്ച് അത് തന്നെയാണ് സെയിം ഒരു ഫീലിംഗ് ഓഫ് ബിട്രയൽ വരണത്. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അതാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഈ പേഴ്സൻ്റെ അടുത്തേക്ക് ആദ്യം തിരിച്ച് പോവണ്ട എന്നാണ് ഇവിടെ മെസ്സേജ് വരണത്. 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ ആദ്യം ഇവിടെ ഞാനൊരു റിജക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വന്നാലും ആ സെയിം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണേ. ഒരു റിജക്റ്റഡ് മാതിരി ഒരു ഫീലിംഗ്, ലോൺലിനെസ്. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ ഇല്ല, ഒരു പറഞ്ഞാൽ അവർ കെയർ ചെയ്യണില്ല മുമ്പത്തെ മാതിരി. അങ്ങനത്തെയൊക്കെ ഫീലിങ്സ് ആദ്യം ഞാൻ കാണുന്നുണ്ട് ഇവിടെ സർപ്രൈസ് ഫാക്ടറിൽ. അപ്പോൾ എന്തോ ഒരു ബാഗേജ് ബ്ലോക്കിനെ നിങ്ങൾ ഫൈനലി ലെറ്റ് ഗോ ചെയ്യാൻ നോക്കണു. ഒരു പുതിയ തുടക്കം ഞാനിവിടെ കാണുന്നുണ്ട്, പേജ് സോഡ്സ്. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സണും വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഔട്ട്കം വരുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ തന്നെ എനർജി, ടോറസ് എനർജിയാണ്. നിങ്ങൾ ഏതോ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സഡൻ സർപ്രൈസ് മെസ്സേജാണ് ഞാൻ കാണുന്നത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു പാസ്റ്റ് ഹസ്ബൻഡ് അല്ല വൈഫായിരുന്നു. ഓക്കെ, പക്ഷേ ആ സൈക്കിൾ ഇവിടെ തീർന്നിരിക്കും, പറഞ്ഞാൽ ക്ലോസ് ഔട്ട് ആയിരിക്കണു. നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി? ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ യൂണിവേഴ്സും അതുതന്നെയാണ് പറയണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി പറഞ്ഞിരിക്കണോ ഇത് ശരിയാവില്ല എന്ന്. അത് അറിഞ്ഞിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കില്ല. ഓക്കെ ടോറസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ അക്വേറിയസ് ലീബ്ര ജെമിനി ഉണ്ട് ആൻഡ് ഫയർ സൈൻ ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യും, ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. പക്ഷേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.